ഹായ് ഗൈസ്, ടീം ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മളെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നമ്മളെ കണ്ടന്റ് നിങ്ങൾ കണ്ടന്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ധൈര്യമായിട്ട് പോയി വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിവൈസുമായിട്ട് നമ്മളിന്ന് കണ്ടന്റിൽ വരുന്ന വീഡിയോസിലുള്ള ഡിവൈസുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻക്വയറീസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫിക്കേഷന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു ചാനലും അതേപോലെ തന്നെ ഇതിന്റെ കണ്ടന്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിന്റെ കൂടെ തന്നെ ഒരു ബെൽ ബട്ടൺ വരും. ഞങ്ങളെ അപ്കമിങ് ആയിട്ടുള്ള വീഡിയോസും ഇതിന്റെ ഫോളോസും നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് റീസൺ ആയിട്ടുള്ള നമ്മുടെ എല്ലാ അപ്ലോഡ്സ് നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും കുറേ സാധനങ്ങൾ കുറച്ച് വിലയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. ആ ഒരു സെഗ്മെന്റിൽ നമ്മൾക്ക് മൊബൈൽസിൽ കൊണ്ടുവന്നിട്ടുള്ളത് മെയിനായിട്ട് MI ആണെങ്കിലും പിന്നെ MI റെഡ്മി സീരീസ് ആണെങ്കിലും ഇപ്പോൾ ആണെങ്കിലും റിയൽമി ആണെങ്കിലും അതിന്റെ എല്ലാം ഒരു ബഡ്ജറ്റ് ബേസ്ഡ് ആണ് വരുന്നത്. ഒരു 15 to 20 ആ ഒരു റേഞ്ചിലാണ് ഇവരെല്ലാം തന്നെ മാർക്കറ്റ് കീഴടക്കിയിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ എല്ലാം കുറച്ച് മുകളിലായിട്ട് അതുക്കും മേലെയായിട്ട് ഒരാളുണ്ട്. അതായത് നമുക്കൊരു 5-6 വർഷത്തേക്ക് ഒരു ഫോൺ വേണമെന്ന് ഒരാളും നമ്മൾ ചോദിക്കില്ല. പക്ഷെ അങ്ങനെ ചോദിക്കുന്ന ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി ഉണ്ട്, OnePlus. ധൈര്യമായിട്ട് ഒരു 3-4 വർഷമായിട്ട് ഇപ്പോഴും OnePlus യൂസ് ചെയ്യുന്ന പല യൂസേഴ്സും ഉണ്ട്. കാരണം ആ ഒരു ഡ്യൂറബിലിറ്റി ആണ് ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അതേപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് ഇപ്പൊ ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് സാംസങ്ങോ അല്ലെങ്കിൽ MI ഇറക്കുന്ന സ്പെക്സ് ആണ് അധികവും ഒരു 2-3 വർഷം തന്നെ മുൻകൂട്ടി കണ്ട് അതും ഈ സാംസങ്ങോ അല്ലെങ്കിൽ ആപ്പിളോ തരുന്നതിന്റെ ഹാഫ് പ്രൈസിലായിട്ട് നമുക്ക് OnePlus ഇത്രയും കാലമായിട്ട് തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ പോപ്പപ്പ് ക്യാമറ ആണെങ്കിലും അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നുകൊണ്ടിരുന്ന ഒരു മോഡലാണ് OnePlus എന്നുള്ളത്. ഇതിൽ OnePlus 7 സീരീസ് ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോഞ്ചും. OnePlus 7ഉം OnePlus 7 Proയും കൂടാതെ OnePlus 7T എന്നുള്ളൊരു ലേറ്റസ്റ്റ് ലോഞ്ച് ഉണ്ട്. ആള് ലേശം റേഞ്ചാണ്, പ്രൈസിങ് വരുന്നത് അറൌണ്ട് 30 to 40 ആ ഒരു പ്രൈസിങ് റേഞ്ചിലാണ്. പക്ഷെ എങ്കിൽ ആ ഒരു പ്രൈസ് ഒരിക്കലും ഓവർ പ്രൈസ്ഡ് അല്ല. കാരണം നിങ്ങൾക്ക് എല്ലാ വർഷവും 20,000 അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് ഫോൺ മാറ്റാൻ താല്പര്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് OnePlusന്റെ ഈ ഒരു ലേറ്റസ്റ്റ് മോഡൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് OnePlus 7Tനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും ഒരു കമ്പാരിസൺ സ്റ്റഡി എന്നുള്ളതിനുപരി അതിനെ കുറിച്ച് തന്നെ പറയാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവാണ്. ഓക്കെ, സോ ഗൈസ് എങ്ങനെയാണ് നമ്മൾ പാക്കിംഗ് വരുന്നത്? അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റെഡ് കളർ, നമുക്ക് ഒരിത്തിരി ക്രേവിംഗ് ഒക്കെ തോന്നുന്ന രീതിയിൽ ആ ഒരു റെഡ് കളർ പാക്കിംഗ് ആണ് ഒരു ഡിവൈസിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിന്റെ മുകളിൽ ഒരു സ്റ്റാൻഡേർഡ് ലാമിനേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി പറയുകയാണെന്ന് വെച്ചാൽ ഉള്ളൊരു പ്രീമിയം മോഡൽ ഫോൺ എങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് റേഞ്ച് ഫോൺ എങ്ങനെയാണോ പാക്ക് ചെയ്തിട്ടുള്ളത് അത്രയും നമുക്ക് പാക്കിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു വേരിയന്റ് വരുന്നത് RAM 8GB ആണ് ആൻഡ് 128GB ആണ് ഇതിന്റെ റീഡ് ഓൺലി മെമ്മറി വരുന്നത്. എക്സ്പാൻഡബിൾ അല്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. 2 ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൈക്രോ സിമ്മിന്റെ സ്ലോട്ട്സും കൂടിയാണ് ഈ ഒരു ഡിവൈസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം OnePlus തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, ഇപ്പം വല്ലാതെ എക്സ്പെൻസീവ് അല്ല, അതായത് അത്രയും സ്പെക്ക് കുറയുന്നുമില്ല, ആ ഒരു വേരിയന്റിലേക്ക് വരുന്നേരം എത്രത്തോളം OnePlus 7T നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ അറിയുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ 3-4 മാസമായിട്ട് പലരും ഇതിന്റെ റീസെന്റ് അപ്ഡേറ്റ്സിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈ ഒരു പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഫോണിലേക്ക് പോകുന്നതാണ്. ആൻഡ് ഈ ഒരു ഫോണ് ഇപ്പം സ്പെക്ക് വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.5 ഇഞ്ചസ് ആണ്. ആൻഡ് അതിൽ തന്നെ ഒരു 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. സോ 92% ആണ് നമുക്ക് സ്ക്രീൻ ബോഡി റേഷ്യോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അത്രയും ഒരു 8% മാത്രമേ നമ്മൾ ഡിസ്പ്ലേൻ്റെ അകത്ത് നമുക്കുള്ള ഇപ്പം ബോർഡേഴ്സിനാണെങ്കിലും അതേപോലെ തന്നെ ടോപ്പിൽ നോച്ച് വരുന്നുണ്ട്. നമ്മളത് ഫോട്ടോസിൽ ഏർലിയർലി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം ഡിഫറൻസ് വരുന്നത്. ഇപ്പം OnePlusന്റെ ക്യാപ്ഷൻ പോലെ തന്നെ നെവർ സെറ്റിൽ എന്നല്ലാണ്, അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ നിർത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്കിവിടെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയിട്ടുള്ളത് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ OnePlusന്റെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ യൂസർ മാനുവൽ ആണ്. ഇപ്പോൾ OnePlus ഫാമിലിയിലേക്ക് വരുന്ന പുതിയതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാനുവലാണ്. കാരണം നമുക്ക് ഒരു ആൻഡ്രോയിഡ് ഫോണ് എത്ര ഫീച്ചേഴ്സ് തരുന്നുണ്ടോ അതിൽ 10 മടങ്ങ് അതേ ബഡ്ജറ്റിൽ തരുന്ന ഡിവൈസ് ആയിട്ടുള്ള
OnePlus 70യിൽ എത്രത്തോളം നമുക്ക് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെക്സും കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഫസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഒരു ബോഡി ഡിസൈൻ ഇങ്ങനെയാണ്. ഫിംഗർ പ്രിന്റ് സ്കാനർ ഇൻസ്ക്രീനിൽ കൊടുത്തു എന്നുള്ളത് ഒരു ഡിഫക്റ്റ് ആയിട്ട് നമുക്ക് ചിലപ്പം തോന്നിയേക്കാം. പക്ഷെ അതിന്റെ സ്പീഡും കാര്യങ്ങളെല്ലാം നോക്കുന്ന നേരം അത് എപ്പോഴും നല്ലൊരു പോസിറ്റീവ് സൈഡിലേക്കാണ് OnePlusന്റെ കാണിക്കുന്നത്. OnePlusന്റെ ഒരു പോസിറ്റീവ് സൈഡ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, OnePlus ഫാമിലിയിലേക്കുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് ഇപ്പൊ നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു ഫസ്റ്റ് ടൈം യൂസറോ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം വ്യൂവർ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ എങ്ങനെയായിരിക്കും അവർ പ്രസന്റ് ചെയ്തെന്നുള്ള കാര്യത്തിൽ വരെ. ഓക്കെ, ബ്ലാ 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 ബ്ലാ. അൾട്ടിമേറ്റ്ലി വെൽക്കം ടു ദ OnePlus ഫാമിലി. ഇത്രയേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ഒപ്പൊക്കെ ഉണ്ട്, പീറ്റ്. താങ്ക് യു പീറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇത്രയും നേരം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന മുതല്. സാധനം കയ്യിലുണ്ട്. ഓക്കെ, ഇപ്പം കാണുകയാണെങ്കിൽ സൈഡിലെ ബട്ടൺസ് നമുക്ക് നോർമലി ഉള്ള മോഡൽസിനെക്കാളും കൂടുതലാണ്. ഒരു ബട്ടൺ കൂടുതലുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ലാമിനേഷൻ പാക്കിംഗ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഓൾറെഡി അതൊരു ടെമ്പേർഡ് ഒട്ടിച്ചിട്ടാണ് നമുക്ക് ഡിവൈസസ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പിന്നെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഏതൊരു ആൻഡ്രോയിഡ് മോഡലിനെക്കാളും ആൻഡ്രോയിഡ് 10 ഓക്സിജൻ ആണ് ഇപ്പോൾ കറന്റ്ലി OnePlus 7 സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പനി തന്നെ നമുക്ക് തരുന്നേരം 9 ആണ് നോർമലി ഉണ്ടാവുക. അതിപ്പോൾ 10ലാണ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ആൻഡ് ഇപ്പം സൈഡിലെ ബട്ടൺ വൈസ് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ നോർമലി ഇപ്പൊ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പവർ ബട്ടൺ ആണ്. പക്ഷേ OnePlus 70യുടെ കേസിൽ അത് ഒരിക്കലും പവർ ബട്ടൺ അല്ല, അത് സൈലന്റ് ആൻഡ് വയലന്റ് ഈ രണ്ട് മോഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ പവർ ബട്ടൺ നമുക്ക് ഞെക്കിയിട്ടുണ്ടെങ്കിൽ ബൂട്ടിംഗ് ടൈം നമുക്ക് കമ്പാരിറ്റീവ് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം മോഡലിന്റെ ആ ഒരു ബൂട്ടിംഗ് ടൈം തന്നെ എടുക്കുന്നുള്ളൂ. പിന്നെ ആ ഒരു ഡിസ്പ്ലേയിൽ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സിന്റെ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്നേരം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പിക്ചർ എക്സ്പീരിയൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, വലിയ സ്റ്റക്ക് ഇല്ലാത്ത രീതിയിൽ. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ തന്നെ മോഡ്സ് നമുക്ക് റീഡിംഗ് മോഡ് ഉണ്ട്, അതേപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെയുള്ള ഡിസ്പ്ലേ മോഡ്സ് നമുക്ക് ഇതിനകത്ത് ഓൾറെഡി അവൈലബിൾ ആണ്. ഹായ് ദേർ, ഹായ് OnePlus 70. യെസ്, നമ്മൾ ഓരോ പടികളും മുന്നോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് നമ്മൾ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ ഫോൺ ഇപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നോർമലി ഒരു ഡ്യൂ ഡ്രോപ്പ് നോച്ച് ഉള്ള ഫ്രണ്ടിൽ ഡിസ്പ്ലേ തന്നെ ക്യാമറ ഉള്ള ഒരു ഫോണിനെക്കാളും കുറച്ചും കൂടെ ഒരു പെർഫെക്ഷൻ. കാരണം ആ നോച്ചിന്റെ സൈസ് നമുക്ക് ഇപ്പൊ തന്നെ ശ്രദ്ധിക്കുന്ന നേരം കുറച്ചും കൂടെ ചെറുതാണ്. അതുകൊണ്ട് നോച്ച് നോർമലി ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. 30 വാട്ട്സിന്റെ ചാർജർ ആണ് OnePlus 70യുടെ ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3800 mAh ഇങ്ങനെയായിരിക്കും റീഫ്യൂൽ നമ്മൾ ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് കേബിള് ഇപ്പം കാണുകയാണെങ്കിൽ കേബിള് നമുക്ക് വരുന്നത് ഈ പറഞ്ഞ പോലെ OnePlus 60 വരെയുള്ള മോഡൽസിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഡാഷ് ചാർജർ ആണ്. അതുകൊണ്ട് തന്നെ OnePlus 60ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന അതേ സ്പീഡ് ചാർജിങ് തന്നെ നമുക്ക് ത്രൂ ഔട്ട് OnePlus 70യിൽ നമുക്ക് റിസീവ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വെക്കണ്ട. ഇവിടെയാണ് നമുക്ക് OnePlus 70നെ പറ്റിയിട്ടുള്ള ഒരു മതിപ്പ് പോകുന്നൊരു പ്രൊഡക്റ്റ് ഉള്ളത്. അതായത് ഈ ഒരു കേസ്, ഇപ്പം ഈ ഒരു സിമ്മിന്റെ ഇജക്ടർ ടൂള് കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഉള്ള ആ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടെ അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ OnePlusന്റെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ആണെങ്കിൽ തന്നെ, കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6 ആണെങ്കിൽ തന്നെ ഈ ഒരു ഡിവൈസിന്റെ ഇപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇപ്പം ഡിസ്പ്ലേയിൽ തൊടുന്നതാണെങ്കിലും ബാക്ക് കവറിൽ തൊടുന്നതാണെങ്കിലും ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ ഡസ്റ്റ് പ്രൂഫ് അല്ലാത്തത് കൊണ്ട് അതിന്റെ മുകളിൽ നന്നായി കാണാൻ പറ്റുന്നുണ്ട്. സോ കഴിയുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഡിവൈസ് യൂസ് ചെയ്യുക, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിന്റെ കുറച്ചും കൂടെ ഹാർഡ് കേസ് യൂസ് ചെയ്യുക. ഇപ്പം നോർമലി നേരത്തെ പറഞ്ഞ പോലെ സെയിം USB കേബിളും കാര്യങ്ങളും തന്നെയാണ്. ഡാഷ് ചാർജറിന്റെ ഫാസ്റ്റ് ചാർജർ ആണ്. സോ ഒരു 3800 mAh എന്ന് പറയുന്ന നേരം നോർമലി നമുക്ക് അത്ര 4000 ഇല്ല 4500 ഇല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും കമ്പാരിറ്റീവ്ലി നമുക്കത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റാൻഡേർഡ് സൈസ് ആണത്. കാരണം ഒരു 1 to 2 hours മാക്സിമം ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ഫോണ് ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട്.
അത്യാവശ്യം സ്ലീക്ക് ആൻഡ് സ്ലിം ആയിട്ടുള്ള ഒരു 10 to 15 ഗ്രാംസിന് ഡിഫറൻസ് OnePlus 7 Pro ഇതിന്റെ സക്സസറുമായിട്ട് നമുക്ക് വരുന്നുണ്ട് എങ്കിൽ തന്നെ അത്യാവശ്യം ഒരു ഗ്രിപ്പി ആയിട്ടാണ് നമുക്കത് ഹോൾഡ് ചെയ്യുന്നതിനും കാര്യങ്ങൾക്കെല്ലാം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീടുള്ള ഒരു സവിശേഷത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നോർമലി ഉള്ള പോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റിംഗ്സിൽ ഇപ്പം ഇൻസ്ക്രീനിൽ തന്നെ ബാക്ക് അതേപോലെ തന്നെ മിനിമൈസ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു പ്രീമിയം ഗൂഗിൾ പിക്സലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡിലാണ് നമുക്കിത് കിട്ടുന്നത്. ഓക്കെ, അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ തന്നെ. അപ്പം ബാക്ക് സൈഡിലേക്ക് നമുക്ക് നോക്കുന്ന നേരം നമുക്ക് ഒരു ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണോ ഇതിന്റെ ക്യാമറയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തിൽ സംശയം തോന്നും. കാരണം ഒരു 3-4 വർഷം മുന്നേ ഇറങ്ങിയിട്ടുള്ള Moto G5, Moto G7 Plus ഇങ്ങനെയുള്ള സീരീസിലൊക്കെ ആയിരുന്നു, Moto 1 ഇതിലൊക്കെയാണ് നമുക്ക് ആ ഒരു റൗണ്ട് ക്യാമറ എന്നുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ കാണുന്നതെങ്കിൽ തന്നെ 48 മെഗാ പിക്സൽ സോണിയുടെ IMX സീരീസിൽ വരുന്ന സെൻസറാണ് ഇതിന്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്യാമറ ഒരു അൾട്രാ വൈഡിന് വേണ്ടിയിട്ടുള്ള 16 മെഗാ പിക്സലും 12 മെഗാ പിക്സൽ എന്ന് പറയുന്നത് ഡെപ്ത് സെൻസർ അതേപോലെ തന്നെ മാക്രോ ഷോട്ട്സിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ 3 ക്യാമറാസ് ആണ് OnePlus 7Tയുടെ കണ്ണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു 3 കണ്ണ് പോലെയാണ് ആ ഒരു റൗണ്ടിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം 4-3 വേരിയൻസിലായിട്ട് നമ്മൾ ഫോട്ടോസ് ഓൾറെഡി എടുത്തത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഷെയർ ചെയ്യാണ്. അപ്പൊ അതിൽ കാണുന്ന ഒരു 48 മെഗാ പിക്സലിന്റെ സ്റ്റാൻഡേർഡ് ക്ലാരിറ്റി നമുക്ക് ഒരു പിക്ചേഴ്സിൽ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇലക്ട്രോണിക് ആയിട്ടുള്ള സ്റ്റെബിലൈസേഷനും അതേപോലെ തന്നെ ഒപ്റ്റിമൈസ്ഡ് ഇമേജ് സ്റ്റെബിലൈസേഷനും കിട്ടുന്നതിനെ കൊണ്ട് സ്റ്റാൻഡേർഡ് ആണ് ഇമേജസ് എല്ലാം തന്നെ. സാംസങ്ങിന്റെ ബേസിക് മോഡൽസ് എന്നുള്ളത് ഒഴികെ ഒരു A50, A70 എന്നുള്ള സീരീസിലെല്ലാം തന്നെ നമുക്ക് വന്നിട്ടുള്ള സ്നാപ്ഡ്രാഗണിന്റെ തന്നെ ക്വാൾകോം പ്രോസസർ ആയിട്ടുള്ള 855+ എന്നുള്ള വേരിയന്റ് ആണ് OnePlusന്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. സോ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു റണ്ണിങ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഒരു ഗെയിമിംഗ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വിഷ്വൽ എക്സ്പീരിയൻസ് ആണെങ്കിലും എല്ലാ രീതിയിലും ഒരു മൾട്ടി ടാസ്കിംഗ് ഫോൺ എന്നുള്ളതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസർ തന്നെയാണ് OnePlus ഈ ഒരു വേരിയന്റിലും ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഇതിനെ വളരെയധികം സവിശേഷത ഉണർത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ Adreno 640 എന്നുള്ളതിന്റെ ഗ്രാഫിക്സ് കാർഡും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് PUBG അതേപോലെ തന്നെ ഇപ്പം NFS ആയാലും കോൾ ഓഫ് ഡ്യൂട്ടി ആയാലും ഇങ്ങനെയുള്ള എല്ലാ ഹൈ ഡെഫിനിഷൻ ആസ്ക് ചെയ്യുന്ന എല്ലാ ഗെയിംസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ഈ ഒരു ഗെയിമിംഗ് ഫോണായിട്ടും കൂടെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ചൂസ് ചെയ്യാവുന്നതാണ്. സോ നമ്മളിപ്പോ ഇത്രയും നേരം വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്ന കണ്ടന്റ്സ് എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബ്രീഫ് ചെയ്ത് വരുന്നേരം 6.55 ഇഞ്ചിന്റെ സ്ക്രീനാണ് നമുക്ക് ഡിസ്പ്ലേ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതന്നെ ഇതുവരെ ഇല്ലാത്ത 90 ഹെർട്സിന്റെ ലിക്വിഡ് AMOLED ഡിസ്പ്ലേ, അതേപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറയാണ്. ക്യാമറയുടെ ഡിസൈൻ നമുക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല, ബട്ട് ബാക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 6ന്റെ പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ കുറച്ചും കൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്ന ചെറിയ ഒരു ക്യാമറ, ഡ്യൂ ഡ്രോപ്പ് നോച്ച് തന്നെ കുറച്ചും കൂടെ സൈസ് ചെറുതാക്കിയിട്ടും, ആൻഡ് ചാർജിങ് പോർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എല്ലാം കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ആൻഡ് OnePlusനെ കുറിച്ച് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിവൈസിന് ഇത്രയും സ്പെക്ക് കാര്യങ്ങൾ 8GB 128 അതേപോലെ തന്നെ 48, 16, 12 ഇത്രയും ക്യാമറാസ്, ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് കൺജസ്റ്റഡ് ആയിട്ട് ഒരു ഫോണിൽ വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറൌണ്ട് ഒരു 70 അല്ലെങ്കിൽ 60 to 70 സാംസങ്ങിന്റെ റേഞ്ചിലാണെങ്കിൽ ഇതേ ഫീച്ചേഴ്സ് തന്നെ ഐഫോണിൽ വരുന്നത് നമുക്ക് അറൌണ്ട് ഒരു 1 to 1.2 lakhs നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതെല്ലാം തന്നെ ഒരു പ്രീമിയം, ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ കൂടെ ഒരു പ്രീമിയം മോഡൽ എന്നുള്ള രീതിയിൽ തന്നെ OnePlus 7 നമുക്ക് OnePlus 7T നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മസ്റ്റർ ആയിട്ടുള്ള ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു തവണ യൂസ് ചെയ്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട്. കാരണം ഒന്നാമത് ഇതിന്റെ പ്രൈസിങ് കാര്യങ്ങൾ അത്ര ഓവർ പ്രൈസ്ഡ് അല്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1 year കഴിഞ്ഞാലും ബേസിക് ആയിട്ടുള്ള സാംസങ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും മോഡൽസിൽ വരുന്നതിനേക്കാളും കൂടുതൽ സ്പെക്സ് നമുക്ക് ഇപ്പോഴേ തരാൻ പറ്റുന്നുണ്ട്. സോ ഇതെല്ലാം കമ്പയർ ചെയ്ത് നോക്കുന്നവരെ നമുക്കത് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല എന്നുള്ളൊരു വേർഡിക്റ്റാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇതിന്റെ യൂസർ റിവ്യൂസ് അത്ര നമുക്ക് റിവീൽ ആയിട്ടില്ല എങ്കിൽ കൂടെ ഇപ്പോൾ OnePlusന്റെ അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റേഞ്ച് ഉണ്ട്. ഒരിക്കലും അതിന് താഴത്തേക്ക് ഒരിക്കലും OnePlusന്റെ ഒരു സീരീസ് നമുക്ക് ഇതുവരെ പോയിട്ടില്ല. പിന്നെ നമുക്ക് ആകെ സ്കെപ്റ്റിക് ആവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി 3800 മതിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് OnePlus 6ന്റെ ക്യാമറാസും വന്നിട്ടുള്ളത്. ദ ഓൺലി ഡിഫറൻസസ് നമുക്ക് ഇപ്പം 30 wattsന്റെ ചാർജർ ആയിരുന്നില്ല, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഫാസ്റ്റ് ചാർജർ ആയിരുന്നു നമുക്ക് മുന്നത്തെ OnePlus 6നും അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക്
ഒരു ബ്രാൻഡിനെ നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാന്നുള്ളതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്കിത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമ്മൾ വേർഡിറ്റ് വരുന്നത്. ഫെർദർ ഇതിന്റെ യൂസർ റിവ്യൂസും അതേപോലെ തന്നെ ക്യാമറ റിവ്യൂസ് ആണെങ്കിലും ഗെയിമിംഗ് റിവ്യൂസ് ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ വരുന്ന വീഡിയോസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതും അതേപോലെ തന്നെ ലൈക്ക് അടിക്കാവുന്നതുമാണ്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു യൂസർ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് തരാൻ പറ്റുന്നതുമായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. സോ നല്ലൊരു വീഡിയോ ആയിരുന്നു തോന്നുന്നുണ്ട്. സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. That's all for today. Adios.